വാഹനത്തിൻ്റെ പുക പരിശോധനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ അറിഞ്ഞു കാണുമോ എന്നറിയില്ല. ഇനി മുതൽ നമ്മുടെ വാഹനത്തിൻ്റെ പുക പരിശോധിക്കുന്ന വേളയിൽ നമ്മുടെ ആ ഫോൺ നമ്പർ നിർബന്ധമായിട്ടും RC ബുക്കായിട്ട് ലിങ്ക് ആയിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പുക എടുക്കുന്ന സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കാതെ മടങ്ങി വരേണ്ട അവസ്ഥ വരെ വന്നേക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ നിയമപ്രകാരം നമ്മുടെ എല്ലാ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളും നിർബന്ധമായിട്ടും നമ്മുടെ ആധാറിലെ നമ്പർ തന്നെ RC ബുക്കുമായിട്ട് ഈ പറഞ്ഞ പോലെ ലിങ്ക് ചെയ്യണമെന്നൊരു നിയമം വന്നിരുന്നു. അതനുസരിച്ച് ഒട്ടനവധി ആളുകളും അത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ചെയ്യുവാനുള്ള ആളുകൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൃത്യസമയത്ത് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പുക എടുത്തുകൊണ്ട് പോകുന്ന ആ സംവിധാനം ഇനിയും മുതൽ കാണാൻ ചാൻസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പുക പരിശോധന കേന്ദ്രത്തിൽ നമ്മൾ വണ്ടിയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൽ അവർക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ RC ബുക്കിൽ ഫോൺ നമ്പർ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഈ ആധാറിലെ നമ്പർ തന്നെ ആയിരിക്കണമെന്നുണ്ടോ RC ബുക്കിൽ വേണ്ടുന്നതെന്ന്? ഒരിക്കലുമല്ല. നിങ്ങളുടെ RC ബുക്കിൽ ഉള്ള ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് യാതൊരു തടസ്സവും വരികയില്ല. നേരെ മറിച്ച് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ ഇപ്പോൾ 10-15 വർഷമായ വണ്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ പണ്ട് കൊടുത്ത നമ്പർ ആയിരിക്കും നമ്മുടെ കയ്യിലൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പരിവാഹനിലെ ആപ്പിൽ കയറി അവരുടെ വണ്ടി നമ്പർ അടിച്ച് OTP കൊടുക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് 4 അക്കം കാണിക്കുന്നത് ഏതാണോ നമ്പർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറിൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാൻ സാധിക്കും. അല്ല, നിങ്ങളുടെ ആധാറിൽ ഫോൺ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിലോ UCL ഉള്ള കോമൺ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആധാർ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ആധാർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്വയമായിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കോമൺ സർവീസ് സെൻറ്ററിലോ അല്ലെ അക്ഷയ സെൻറ്ററിലോ പോയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പരിവാഹനിൽ നിങ്ങളുടെ ആധാറും ഈ RC ബുക്കുമായിട്ട് ലിങ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സർക്കാർ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 15 വർഷമായ വണ്ടികൾ ഒരുപാട് ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചെല്ലാനോ മറ്റുള്ള ഫൈനുകൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് അറിയാതെ പോവുകയും ഈ ചെല്ലാനും മറ്റുമെല്ലാം കോടതിയിലേക്ക് പോയിട്ട് ഭാരിച്ച ഒരു തുകയും ഇവർക്ക് അതുപോലെ തന്നെ സമൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുവാനും കാര്യങ്ങൾ സുഗമമായിട്ട് പോകുവാനും വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനൊരു സംവിധാനം കൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുക എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോൺ നമ്പർ അപ്ഡേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് കൃത്യമായിട്ട് നിങ്ങളത് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ എല്ലാ ആളുകളുടെയും വണ്ടിയുടെ നമ്പറുമായിട്ട് വണ്ടിയുടെ RC ബുക്കിൽ നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് 2 ബെനിഫിറ്റാണ് അതുകൊണ്ടുള്ളത്. ഒന്ന്, നമ്മുടെ ലേറ്റസ്റ്റ് ഫോൺ നമ്പർ അതിൽ അപ്ഡേറ്റ് ആകുന്നു. ഒപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ പുക എടുക്കുന്ന വേളയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നു. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള വയലേഷൻസ് വന്നാലും നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനായി നമ്മുടെ മൊബൈലിലെത്തുന്നു. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.